ഹലോ ഫ്രണ്ട്സ്, BK വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാലേട്ടൻ്റെ വമ്പൻ ഹിറ്റായ ചിത്രം എന്ന സിനിമയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 1988 പുറത്തിറങ്ങിയ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒരു മലയാള ചലച്ചിത്രമാണ് ചിത്രം. മോഹൻലാൽ, രഞ്ജിനി, നെടുമുടി വേണു, പൂർണ്ണം വിശ്വനാഥൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ശ്രീനിവാസന്റെ കഥയെ ആസ്പദമാക്കി പ്രിയദർശൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും രചിച്ചിരിക്കുന്നത്. ഈ ചിത്രം പിന്നീട് ഹിന്ദിയിലും പുനർനിർമ്മിച്ചിട്ടുണ്ട്. ചോരി ചോരി എന്ന പേരിൽ മിഥുൻ ചക്രവർത്തി നായകനായിട്ടാണ് ഈ സിനിമ ഹിന്ദിയിൽ പുനർനിർമ്മിച്ചിട്ടുള്ളത്. മലയാളത്തിലെ ജനപ്രീതി നേടിയ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായി ചിത്രം കണക്കാക്കപ്പെടുന്നു. അമേരിക്കയിൽ സ്ഥിര താമസക്കാരനും സമ്പന്നനുമായ NRI രാമചന്ദ്ര മേനോന്റെ മകളാണ് കല്യാണി. അച്ഛൻ്റെ സുഹൃത്തായ പുരുഷോത്തമ കൈമളാണ് കല്യാണിയെ മദ്രാസിൽ വളർത്തിയത്. കല്യാണി മറ്റൊരാളുമായി പ്രണയത്തിലാവുകയും പിതാവിൻ്റെ എതിർപ്പിന് വിരുദ്ധമായി വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാം ഉപേക്ഷിച്ചാണ് കല്യാണി വരുന്നതെന്നറിഞ്ഞപ്പോൾ കാമുകൻ കല്യാണി ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിതാവിൻ്റെ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനായി വിഷ്ണുവുമായി യഥാർത്ഥ വിവാഹം കഴിഞ്ഞു എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ വിഷ്ണു യഥാർത്ഥത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കുറ്റവാളിയാണെന്നും ഇതിനു മുമ്പ് ഊമയായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിട്ടുണ്ടെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും അവർ മനസ്സിലാക്കുന്നു. ഇതൊന്നും പിതാവ് അറിയാതിരിക്കുവാനായിട്ട് അവരെല്ലാവരും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യകാലത്ത് കല്യാണിയും വിഷ്ണുവും തമ്മിൽ വഴക്കായിരുന്നുവെങ്കിലും പിന്നീട് അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയാണ് ചെയ്യുന്നത്. അവസാനം വിഷ്ണുവിനെ കൊണ്ടുപോകാൻ ജയിലിൽ നിന്ന് വാർഡൻ എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിഷ്ണു വാർഡനോട് ചോദിക്കുന്നുണ്ട്, ഈ ജീവിതം വീണ്ടും തുടങ്ങാൻ തനിക്ക് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന്. ഇക്കാര്യത്തിൽ താൻ നിസ്സഹായനാണെന്നാണ് വാർഡൻ മറുപടി നൽകുന്നത്. കുറച്ചുനാൾ കഴിഞ്ഞ കല്യാണിയുടെ അച്ഛൻ US-ലേക്ക് തന്നെ മടങ്ങുന്നു. അവസാന രംഗം കാണിക്കുന്ന വാർഡൻ വിഷ്ണുവിനെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും അവൻ പോകുന്നത് കല്യാണി നോക്കി നിൽക്കുന്നതുമാണ്. ജയിലിൽ അവൻ്റെ വധശിക്ഷ അവനെ കാത്തിരിക്കുന്നു. വിഷ്ണുവും കല്യാണിയും പരസ്പരം ടാറ്റ പറഞ്ഞ് പിരിയുന്നതാണ് അവസാനമായി കാണിക്കുന്നത്. 1990 തെലുങ്കിലേക്കും 91 ഹിന്ദിയിലേക്കും 93 കന്നഡയിലേക്കും 95 തമിഴിലേക്കും ഈ ചിത്രം വീണ്ടും നിർമ്മിക്കുകയുണ്ടായി. ഈ ചിത്രത്തിന്റെ സംവിധാനം പ്രിയദർശനാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം PKR പിള്ളയും. കഥ ശ്രീനിവാസൻ രചിക്കുകയും തിരക്കഥ പ്രിയദർശൻ നിർമ്മിക്കുകയും ചെയ്തു. പ്രധാന അഭിനേതാക്കൾ മോഹൻലാലും രഞ്ജിനിയും നെടുമുടി വേണുവുമാണ്. സംഗീതം കണ്ണൂർ രാജനും പശ്ചാത്തല സംഗീതം ജോൺസനും ഗാനരചന ഷിബു ചക്രവർത്തിയും നിർമ്മിച്ചിരിക്കുന്നു. ഈ ചിത്രം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും വമ്പൻ വിജയം നേടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു. ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.